ഹേ ഗൈസ്, വൈറ്റ് ഫ്ലൈ ഗെയിമിംഗ് ബ്രോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രത്യേകിച്ച് ഇത് ജോലിയൊന്നുമില്ല ഗൈസ്, വീടിനകത്തിരുന്ന് ബോറടിച്ചപ്പോൾ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയതാണ്. നമുക്ക് വല്ല ജോലി എന്താണെന്ന് ടിപ്സ് എൻ്റെ നമുക്ക് ചോദിച്ചു നോക്കാം ഗൈസ്. നമുക്ക് ധൃതിയൊന്നുമില്ല ഗൈസ്, നമുക്ക് പയ്യെ പയ്യെ പോവാം, ആണ് നല്ലത്. ഹേ ടിപ്സാ, വല്ല ജോലി ഉണ്ടോടാ? ഒരു ജോലിയില്ല മോനെ, വന്ന കോഴി തന്നെ തിരിച്ചു പോക്കോ ഗൈസ്. ടിപ്സനാണെങ്കിലും എന്നെ ടിപ്സൻ വരെ എന്നെ കളിയാക്കി തുടങ്ങി. ഞാൻ പിന്നെ എന്തൊരു ഹീറോ ആയിട്ട് ഗൈസ് ഇവിടുത്തെ നാട്ടിൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ഗൈസ് ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തോ ഗൈസ്. ഗൈസ് ഒരു ഫോൺ കോൾ വരുന്നുണ്ടല്ലോ, നമുക്കൊന്ന് എന്താണെന്ന് ചോദിച്ചു നോക്കാം. ഗൈസ് അതിൻ്റെ കൂട്ടുകാരനാണ് ഗൈസ്. അവൻ പറഞ്ഞതേ അവനെ കുറേ എണ്ണം അടിക്കാൻ വന്നിരിക്കണമെന്ന് ഹെൽപ്പ് ചെയ്യാൻ ചെല്ലുമെന്ന്. നമ്മൾക്ക് അങ്ങ് ഹെൽപ്പ് ചെയ്യാം. അവനറിയാം ഞാൻ നല്ല തോക്കൊക്കെ വെച്ച് ഉപയോഗിച്ച നല്ല പരിചയമുള്ള ആളാണെന്ന്. അതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാമല്ലേ ഗൈസ്. എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അവനാണ് എന്നെ വിളിച്ചത്. എടാ മോനെ, നീ പേടിക്കണ്ടടാ, ഞാൻ ഉണ്ട് തോക്കെടുത്തിട്ട്. ഞാൻ ഉണ്ടടാ നിന്നെ രക്ഷിക്കാൻ. നീയുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ നിൽക്കണം. ഓക്കെ നീ പേടിക്കണ്ട, ഞാനില്ലേ. ഏമാരെയൊക്കെ ഞാൻ തരിശാക്കിയിട്ട് തന്നെ വേറെ കാര്യം. എടാ മോനെ, ചവട എന്താ നിനക്കൊക്കെ കുഴപ്പം? നിനക്ക് എൻ്റെ ചെറുക്കനെ തൊടാറാടാ. പോടാ എവിടെ വേഗം. ഇനിയുണ്ട് കൈസ് ഇവിടെയൊക്കെ അവന്മാർ ടീംസ്. ഈ തോക്കിൻ്റെ പോണതില്ല, അത് കാണല്ലോ. അല്ലെങ്കിൽ അവന്മാരെയൊക്കെ ഞാൻ എപ്പോഴേ തീർത്തേനെ. പോ. എവിടെയാടാ നീ? എടാ ഒളിച്ചിരിക്കാത്ത നേർക്കോർക്കാണെങ്കിൽ ഞാൻ നേർക്കോർക്കല്ലേ നിൽക്കണം. ശരിയാണല്ലോ കൈസ്, അന്നവർക്ക് ചത്തവൻ. ഇത്രയേ ഉള്ളൂ ഇവന്മാരൊക്കെ. എൻ്റെ അടുത്ത് ചോറൊക്കെ നടക്കണവന്മാർ. കലക്കി വിട്ടുകൊടുക്കുക. എൻ്റെ സ്വഭാവം അവർക്ക് നേരെ അറിഞ്ഞൂടാ. ഒരുത്ത ഇറങ്ങി വന്നതും അടുത്ത് വന്നു. എടാ നീ ഇടിച്ചിടാൻ നോക്കിക്കഴിഞ്ഞാൽ അവന്മാർ നിന്നെ അടിച്ചിടും. ഞാൻ പോയി വെടിച്ച് കൊല്ലാൻ നോക്കാം അങ്ങോട്ട്. എവിടെ നോക്കണ്ടടാ മോനെ, നീ നിനക്ക് കണ്ണൊന്നും ഇല്ലേ? ഇപ്പം ഇവർ കൊണ്ടുവന്ന വയസ്സ് ഉണ്ട്. പിന്നെ ഇവൻ സ്പോട്ട് ചത്തേനെ. ഇവനെ ടിപ്സ്. നിൻ്റെ പേരെന്തേരാ? ഫ്രാങ്ക്ലിൻ. എടാ ഫ്രാങ്ക്ലിനെ അവനെ അടിച്ചിടേ. ഇത് അടിയിലടയ്ക്ക് വേൻ തന്നെ അവൻ്റെ പേര് വരെ മറന്നു ഗൈസ്. ലൈക്ക് അടിക്കുന്നുണ്ട് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എടാ വേൻ വാങ്ങിയാണ്ട് നീ വരാൻ തന്നെ. ഓവർ പൊക്കാണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഇതിലൊക്കെ തലകയറി തട്ടാറായി. അയ്യോ പൈസ ഉണ്ട പാളിപ്പോയി ഗൈസ്. അതുകൊണ്ടായിരുന്നു ഇപ്പോൾ ഇവൻ ഞാൻ തീർത്തേനെ. തട്ടി ഒരുത്തനെ തട്ടി ഗൈസ്. ഇതാണ്ട് ഒരുത്തനും കൂടെ നമ്മൾ തട്ടി അവിടെ കൂടെ ഉണ്ട് ഗൈസ്. നമ്മളവനെ അടിച്ചിട്ട് അവൻ എങ്ങോട്ടാ പോകണുണ്ട് ടാങ്കൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് നടന്നു പോകാം ഗൈസ്. സൂട്ടിൽ പറന്നൊന്നും പോകണ്ട. ഞാനേ ഈ കാറും ഈ സൂട്ടൊക്കെ വാങ്ങിയതിന് ശേഷം ഇതുവരെ നമ്മൾ നടന്നു പോകാറില്ല. തടിയൊക്കെ കൂടി വരികയാണ്. നമുക്ക് നടക്കാം, നടന്നു പോകാം ഗൈസ്. നമുക്ക് നമ്മൾ നിങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ലൈക്ക് അടിക്കാത്തതുകൊണ്ട് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. തിരിഞ്ഞ് കിടക്കണം ഞാൻ. ലൈക്ക് അടിക്കാത്തതുകൊണ്ട് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക ഗൈസ്. ബൈ പറയാറായിട്ടില്ല ഗൈസ്. അങ്ങോട്ട് വീട്ടിലോട്ട് പോവാം ഗൈസ്. നമുക്ക് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇത് ഏതൊരു മാറ്റം നല്ല മരം. എന്താ ചേച്ചി പിറകെ? അയ്യോ ചേച്ചി, എന്താ ചേച്ചി എൻ്റെ പിറകെ പറഞ്ഞേ? എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോടാ. എന്തിനടാ ചേച്ചി ഞാൻ ചേച്ചി ഹെൽപ്പ് ചെയ്യണം? എന്നെ കുറേ പേര് അടിക്കാൻ പറഞ്ഞു. ചേച്ചിയുടെ കയ്യിൽ എന്തിരിക്കണം? തോക്കല്ലേ, അങ്ങോട്ട് വെടിച്ച് കൊന്നൂടെ? നിങ്ങളെന്നെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കണം എന്തിനാ? നിങ്ങൾ ഈ നാടിൻ്റെ രക്ഷകനല്ലേ, റോബിറല്ലേ? ഈ ചേച്ചിക്ക് എന്നെ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് കൊന്ന് നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാവനാ ചേച്ചീനെ അങ്ങ് അല്ലേ? എവിടെ ചേച്ചി അമ്മാർ ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. ഇവിടുന്ന് ഞാൻ ഇത്ര നേരം നിന്നെ കണ്ടിട്ടുള്ള ബൈക്കിൻ്റെ പിറകെ വിളിച്ചിരുന്നോടാ നീ. എല്ലാണും കൂടെ എന്നെ വളയാണ്. ചാച്ചീനെ പറഞ്ഞ ചേച്ചി ചാച്ചീനാണ് അറ്റാക്കി അവർ പറഞ്ഞേന്ന്. എല്ലാണും കൂടെ എന്നെയാണല്ലോ വളയണേ. പറഞ്ഞു കൈസ്. തുറന്ന ഇത് ഇവിടെ നിന്നൊക്കെ വരണടാ. നീയൊക്കെ എന്താ സൂപ്പർ പവറോ? മാഞ്ഞൊക്കെ വന്നടിക്കണേ. ചവ് ഇവനും ഇനിയുണ്ടോ? വരുന്നു കൈസ്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ആൾക്കാർ ഗൈസ്. ആ ചേച്ചി നമ്മുടെ അടുത്ത് മറ്റാനെ പോലെ തന്നെ ടാങ്കി ഉറഞ്ഞു പോയിട്ടുണ്ട്. ഇതിൽ നമുക്ക് വീട്ടിലോട്ട് പോയല്ലേ വേഗം തന്നെ. ഈ വീടിൻ്റെ ലൊക്കേഷൻ നമ്മളെ വീട്ടിലോട്ട് പോകണ വഴി ഇത് തന്നെയെന്ന് തോന്നണം. ഞാൻ ഇത്ര നാളായിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള വഴിയിലും എനിക്ക് അത്രയും നേരം അറിഞ്ഞൂടാ ഗൈസ്. ഞാൻ വീടെന്ന് പറഞ്ഞാൽ ഞാൻ ഫ്ലാറ്റിലാണ് ഗൈസ് താമസിക്കണത്. ഈ അപ്പാർട്ട്മെൻറ്റിൽ ഇതിലൊരു
ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ലൈക്ക് അടിക്കാതുണ്ട് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ. ലൈക്ക് അടിക്കാതുണ്ട് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പറ്റിക്കല്ലേ ഗൈസ്, കമൻറ്റൊക്കെ ചെയ്തോ, കുഴപ്പമില്ല. ബൈ ബൈ.